ഇറാനെതിരെയുള്ള സൈനിക നടപടികളിൽ നിന്നും ശ്രീ ഡൊണാൾഡ് ട്രംപ് താൽക്കാലികമായി വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. US താൽക്കാലികമായി പിന്മാറുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം US-ന്റെ വ്യോമസേനയുടെ വ്യോമ പ്രതിരോധ മിസൈൽ ശേഖരത്തിൽ വൻ കുറവാണ് വന്നിരിക്കുന്നത്. ഇറാനിൽ ആക്രമണം ഇനിയും തുടർന്നാൽ US-ന്റെ പേട്രിയറ്റ് ഇന്റർസെപ്റ്റർ മിസൈൽ സംവിധാനം തീരും എന്നൊരു മുന്നറിയിപ്പ് ട്രംപിന് ലഭിക്കുകയും അങ്ങനെയാണ് ഇപ്പോൾ ട്രംപ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ കരുത്തുമുണ്ടെങ്കിലും പക്ഷെ അവരുടെ ആയുധ ശേഖരം വലിയ രീതിയിൽ തന്നെ തീരുന്നുണ്ട്. കാരണം മറ്റു ഒരു യുദ്ധങ്ങളോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. ഇവരുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിലെ പാളിച്ചയാണ് ജോർദാനിലടക്കം US സൈനികർ കൊല്ലപ്പെട്ടത് എന്ന ഒരു വലിയ റിപ്പോർട്ട് കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. ഈ വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനത്തിന്റെ കുറവാണ് ഇറാൻ മുതലെടുക്കുകയും തന്ത്രപ്രധാനമായ US മേഖലകളിൽ ഇറാന്റെ മിസൈലുകൾ പാഞ്ഞു കയറുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു വലിയ ആക്രമണത്തിലേക്ക് പോകേണ്ടതായിട്ടില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ട്രംപ് എത്തിയിരിക്കുന്നത്. പക്ഷെ അതൊരു താൽക്കാലികമായ ഒരു വെടിനിർത്തൽ എന്ന രീതിയിലൊക്കെയാണ് ഇതിന്റെ റിപ്പോർട്ട് വരുന്നത്. അതിന്റെ ഭാവി എന്താണെന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടതായി വരും. ഏതായാലും ഇറാന്റെ അടിയിൽ ട്രംപ് തീർന്നു. ഇത് ഇറാന്റെ ആവശ്യം മാത്രമായിരുന്നില്ല, റഷ്യയുടെ അടക്കമുള്ള ആവശ്യവും അത് തന്നെയായിരുന്നു. അമേരിക്കയുടെ പക്കലുള്ള ആയുധങ്ങളുടെ എണ്ണം കുറയ്ക്കുക, അവരുടെ ആവനാഴി പതുക്കെ പതുക്കെ കാലിയാക്കിയെങ്കിൽ മാത്രമാണ് യുക്രൈനിലും റഷ്യക്ക് ഒരു മുൻതൂക്കം നേടാൻ കഴിയുള്ളൂ. അങ്ങനെയൊക്കെ ജിയോ പൊളിറ്റിക്സുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം കൂടിയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് ഇന്ത്യ മലയാളം.